ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കേവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണിത്. 38 വർഷം ബെത്സൈദ കുളക്കരയിൽ കിടന്ന രോഗിയെ സൗഖ്യമാക്കുന്ന കാരുണ്യവാനായ യേശു കർത്താവിനെ കുറിച്ചുള്ള ഭാഗമാണിത്. സ്റ്റോർ ഹൗസ് ഓഫ് മേഴ്സി ഓർ അവർ മെർസിഫുൾ ലോർഡ്. ഈ ഭാഗത്തെ ആസ്പദമാക്കി നമ്മുടെ ജീവിതവുമായി ബന്ധിച്ച് കാരുണ്യവാനായ ദൈവത്തിന്റെ സ്നേഹത്തെപ്പറ്റി പറയുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 4 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, അൺകണ്ടീഷണൽ ലവ് ഓഫ് അവർ മെർസിഫുൾ ലോർഡ്. യേശു കർത്താവ് യാതൊരു മുൻവിധികളുമില്ലാതെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ബെത്സൈദ കുളക്കടയിലെ രോഗിയുടെ സൗഖ്യം. പ്രതീക്ഷയോട് കാത്തിരുന്ന രോഗിയുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന ദൈവത്തിന്റെ കരുണ. അവന്റെ പ്രതീക്ഷ ആരെങ്കിലും ഒരാൾ വന്ന് തന്നെ കുളത്തിലേക്ക് ഇറക്കിയിരുന്നുവെങ്കിൽ എന്നതാണ്. എന്നാൽ അവന്റെ പ്രതീക്ഷയ്ക്കപ്പുറമായി യേശു കർത്താവിന്റെ സ്നേഹം അവനിലേക്ക് ഇറങ്ങിച്ചെന്നു. രണ്ടാമതായി, മെർസിഫുൾ ലോർഡ് ഈസ് ഓൺ ടൈം. സൗഖ്യമാക്കിയ യേശു കർത്താവിന് ഇൻവെസ്റ്റിഗേഷൻസിനോ പ്രോസസ്സിംഗ് ടൈമിനോ റിസൾട്ട്സിനോ ഒന്നും വേണ്ടി കാത്തിരിക്കേണ്ടി വന്നില്ല. സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി അവന് സൗഖ്യമാകുവാൻ മനസ്സുണ്ട് എന്ന് മനസ്സിലാക്കിയ ദൈവം അവനെ സൗഖ്യമാക്കി. വിശ്വാസത്തോടെ കാത്തിരുന്നവനിലേക്ക് ഇറങ്ങിച്ചെന്ന ദൈവത്തിന്റെ കരുണ. മൂന്നാമതായി, മെർസിഫുൾ ലോർഡ് നെവർ തിങ്ക് അബൌട്ട് ദ സിറ്റുവേഷൻ ഓർ സറൗണ്ടിങ്സ്. സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് ശേഷം വിമർശനങ്ങളെ നേരിടുന്ന യേശു കർത്താവിനെ മുൻപോട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാം. എന്നാൽ 38 വർഷമായി രോഗസൗഖ്യം കാത്തിരുന്ന രോഗിയെ സൗഖ്യമാക്കുവാൻ യാതൊരു ചുറ്റുപാടുകളെ പറ്റി ചിന്തിച്ചു നിൽക്കേണ്ടി വന്നില്ല കർത്താവിന്. നമ്മുടെ അവസ്ഥകളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരുണ. നാലാമതായി, അവർ മെർസിഫുൾ ലോർഡ് ഈസ് വിത്ത് us when we are alone. ബെത്സൈദ കുളക്കരയിലെ രോഗി യേശു കർത്താവിനോട് പറയുന്നത് തക്ക സമയത്ത് തന്നെ കുളത്തിൽ ഇറക്കുവാൻ തനിക്ക് ആരുമില്ല എന്നതാണ്. അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അവനെ സഹായിപ്പാൻ അവന്റെ ജീവിതത്തിൽ ആരുമില്ല എന്നതാണ്. നമ്മുടെ നിസ്സഹായതയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരുണ. ജീവിതത്തിൽ പലപ്പോഴും ബെത്സൈദ കുളക്കരയിലെ രോഗിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നാം. അത് പലതരത്തിലുള്ള സാഹചര്യങ്ങളാവാം. അത് എന്തു തന്നെ ആയാലും അതിൻ്റെ മധ്യേ നമ്മെ കൈപിടിച്ച് നടത്തുവാൻ നമ്മുടെ യേശു കർത്താവിന്റെ കരുണയുണ്ട്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന സ്നേഹത്തിന്റെ ഉടമയാണ് തമ്പുരാൻ. ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വരുമ്പോൾ നാം ആലോചിക്കേണ്ടത് എല്ലാത്തിനും സൊല്യൂഷൻസ് ഉള്ള ഒരു കർത്താവ് നമുക്കുണ്ട് എന്നതാണ്. ആ സ്നേഹം മതി നമുക്ക് ധൈര്യപ്പെടുവാൻ. ബഹുമാനപ്പെട്ട സാജൻ അച്ഛന്റെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന പാട്ടിലെ 2 വരികളുണ്ട്. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടുകൂടെ നടന്നിടുവാൻ, എന്റെ പാദമിടറി ഞാൻ വീണു പോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ. ജീവിതത്തിലെ കല്ലും മുള്ളുമുള്ള വഴിയിലൂടെ നിരാശയോട് നടക്കേണ്ടവരല്ല നാം. യേശു കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും നാം വീഴാൻ പോകുന്നു എന്ന് തോന്നിയാൽ തോളിലേറ്റുന്ന സ്നേഹമാണ് നമ്മുടെ നല്ല പിതാവിൻ്റെത്. ഒരു ചെറുകഥയുണ്ട്. ഒരു മനുഷ്യൻ സ്വപ്നം കാണുകയാണ്. യേശുവും ആ മനുഷ്യനും കൂടി കടൽ തീരത്ത് കൂടി നടക്കുകയായിരുന്നു. തീരത്ത് 4 കാൽപ്പാടുകൾ കാണാം. എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ചിലയിടങ്ങളിൽ 2 കാൽപ്പാടുകളേ ഉള്ളൂ. അവൻ പെട്ടെന്ന് ആലോചിച്ചു, ഇതെല്ലാം തന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ സമയങ്ങളായിരുന്നുവല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയ വേദനിച്ച സമയങ്ങളായിരുന്നുവല്ലോ എന്ന്. പെട്ടെന്ന് തന്നെ അവൻ യേശുവിനോട് പറഞ്ഞു, കർത്താവെ നോക്കൂ, ഞാൻ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ, ഞാൻ വേദനിച്ചു പോയ സാഹചര്യങ്ങളിലൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു നടന്നിരുന്നത്. നീ അപ്പോൾ എവിടെ പോയി? എന്നാൽ യേശു കർത്താവ് മറുപടി പറഞ്ഞു, പ്രിയ മകനെ, ആ സമയങ്ങളിലൊക്കെ ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ എടുത്തിരിക്കുകയായിരുന്നു. ആ കാണുന്നത് എൻ്റെ കാൽപ്പാടുകളാണ്, നീ എൻ്റെ കൈകളിലായിരുന്നു. നാം പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറില്ലേ? എങ്കിൽ നമ്മുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന കാരുണ്യമാണ് യഹോവയുടേത്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലേക്ക് കടന്നു വരുന്ന നമ്മളെ സഹായിപ്പാൻ മതിയായവനാണ് യേശു. യഹോവ നമ്മുടെ ഇരുട്ടിലേക്ക് ഒരു വെളിച്ചമായി കടന്നു വരുമ്പോൾ നാം നറുതിരിയായി ശോഭിക്കും. ആ വെളിച്ചത്തെ ആവശ്യത്തിലിരിക്കുന്നവരിലേക്ക് നാം പകർന്നു നൽകാൻ ശ്രമിക്കണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിന്റെ കാരുണ്യത്തെ നിരാശയിലിരിക്കുന്നവരിലേക്ക് പകർന്നു നൽകി ചേർത്ത് പിടിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മളുടെ ഈ നൊയമ്പ് കാലം പൂർണ്ണമാകുന്നത്. അതിന് യഹോവ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.